ഷിബി ഗോപാലകൃഷ്ണൻ താങ്കൾ നേരത്തെ 2014 ജനുവരിയിൽ UDF സർക്കാർ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള ഒരു അഫിഡവിറ്റ് ഉദ്ധരിച്ചു. അതിൽ ജമാഅത്തെ ഇസ്ലാമി ഭരണഘടനാ മൂല്യങ്ങളെ മാനിക്കുന്നില്ല, ദേശീയ താല്പര്യത്തിന് വിരുദ്ധമായ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞ ഭാഗം അങ്ങ് വായിച്ചു. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ 1957 ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് ആ നിഗമനങ്ങളിലേക്ക് ആ അഫിഡവിറ്റ് എത്തിയിരിക്കുന്നത്. ആ 57 ഭരണഘടന പിന്നീട് ജമാഅത്തെ ഇസ്ലാമി മാറ്റി ആ ഘടകങ്ങളൊക്കെ അവർ തിരുത്തുകയും ചെയ്തു. അതിൽ താങ്കൾ വായിക്കാത്ത ഒരു ഭാഗമുണ്ട്. ഏത്? ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്ത അഫിഡവിറ്റിൽ അത് പറയുന്നത്, നടത്തിയ അന്വേഷണങ്ങളിൽ ഇതുവരെ ഈ സംഘടന ദേശവിരുദ്ധ പ്രവർത്തനങ്ങളോ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളോ നടത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുകൂടി ഉമ്മൻചാണ്ടി സർക്കാർ, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പോലീസ് വകുപ്പ്, ആഭ്യന്തര വകുപ്പ് കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഘടന അതിൻ്റെ ആശയത്തിൽ തീവ്രതയുണ്ട്, അതല്ലെങ്കിൽ അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട്, പക്ഷേ ക്രിമിനൽ പ്രവർത്തനങ്ങളിലൊന്നും ഏർപ്പെട്ടിട്ടില്ല. ആ സംഘടന ഇപ്പോൾ UDF-നെ ഇപ്പോൾ പിന്തുണയ്ക്കുന്നു എന്നുള്ളതിനെ ഒരു മഹാപരാധമായി കാണേണ്ടതുണ്ടോ? ഈ സംഘടനയുമായി എത്ര കാലമായി RSS എൻഗേജ് ചെയ്യുന്നു? 1970-കളുടെ അവസാനം ജമാഅത്തെ ഇസ്ലാമി RSS എൻഗേജ്മെന്റ് ഡയലോഗ്സ് ഉണ്ടായിരുന്നു. അത് പ്രസിദ്ധീകരിച്ചിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണങ്ങൾ. ഏറ്റവും ഒടുവിൽ 2022-23 കാലഘട്ടത്തിൽ RSS നേതാവ് ഇന്ദ്രേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മുസ്ലിം സംഘടനകളുമായി RSS എൻഗേജ് ചെയ്തിരുന്നു. അപ്പോൾ അപ്പുറത്ത് മുസ്ലിം സമുദായത്തിൽ നിങ്ങൾ സംസാരിക്കുന്ന, നിങ്ങൾ ഡയലോഗ് നടത്തുന്ന ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. അവരെ നിരോധിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം വിലക്കിയിട്ടോ ഒന്നുമില്ലല്ലോ. എന്താണ് എൻ്റെ അഭിലാഷേ ഇങ്ങനെ വെള്ളപൂശാൻ പോകണം നോക്കുന്നത്? ഞാൻ വെള്ളപൂശാൻ പോയതല്ല, ചോദിച്ചതാണ്. NIA-യുടെ റിപ്പോർട്ട് വായിച്ചില്ലേ? അല്ലല്ല, ഒരു മിനിറ്റ്. കഴിഞ്ഞ ദിവസത്തെ NIA-യുടെ റിപ്പോർട്ട് ഒരുപക്ഷെ മാതൃഭൂമി അടക്കമുള്ള പലരും പ്രസിദ്ധീകരിക്കാതെ വിട്ടുപോയ ഒരു സംഭവമുണ്ട്. അതാണ് എലത്തൂരിലെ ട്രെയിൻ തീ പിടിച്ചതുമായി ബന്ധപ്പെട്ട്, ട്രെയിൻ കത്തിക്കലുമായി ബന്ധപ്പെട്ട്, തീ പിടിച്ചതല്ല, ട്രെയിൻ കത്തിക്കലുമായി ബന്ധപ്പെട്ടിട്ട് ഷാരുഖ് സൈഫ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ്റെ മൊഴി വന്നിരിക്കുന്നത്. ആ മൊഴി നിങ്ങളാരും പ്രസിദ്ധീകരിച്ചിട്ടില്ല, ആരും വെളിയിൽ കാണിച്ചിട്ടില്ല. അതിലെന്താ പറഞ്ഞിരിക്കുന്നത് അറിയോ? ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ചില സംഘടനകളുടെ ഐഡിയോളജി, ആ ഐഡിയോളജി ഭീകര തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ ഐഡിയോളജിയെ സാംശീകരിച്ചുകൊണ്ട് ഞാനൊരു ഉത്തമ മുസ്ലിം ആവണമെങ്കിൽ ബഹുദൈവ വിശ്വാസികളെ കൊല്ലണം, ബഹുദൈവ വിശ്വാസികളെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ട്രെയിൻ കത്തിക്കാൻ വേണ്ടി വന്നത്. ട്രെയിൻ കത്തിച്ചത്, അതിൻ്റെ കൃത്യമായിട്ടുള്ള കുറ്റപത്രം സമർപ്പിച്ചു. നിങ്ങളാരും അത് പറഞ്ഞിട്ടില്ല, കാരണം നിങ്ങൾക്കത് പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് ഉമ്മൻചാണ്ടിയും ഈ അഫിഡവിറ്റ് കൊടുത്തത്. ഇനി നാളെ ഉമ്മൻചാണ്ടിയുടെ ടീമുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ ഞങ്ങളിത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് പറയാൻ വേണ്ടിയാണ്. ഇന്ത്യയിൽ ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. ഭരണഘടനാ വിരുദ്ധമായ ഒരു പ്രസ്ഥാനവുമായിട്ട് ഭരണഘടനയെ തലയിൽ വെച്ച് 24 മണിക്കൂറും ഭരണഘടന എന്ന് പറഞ്ഞ് പാർലമെൻറ്റിലേക്ക് മാർച്ച് ചെയ്തു പോയ ഒരു സംഘടന രാഷ്ട്രീയമായ സഖ്യമുണ്ടാക്കുന്നത് ശരിയാണോ? നമ്പർ 1 എൻ്റെ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യന് ഉത്തരം പറയണം. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ പറഞ്ഞു RSS ആയ ഡയലോഗ്. RSS ആയ ഈ ഇന്ത്യയിലെ ഏത് സംഘടനകളുമായിട്ടും ഡയലോഗ് എന്ന് പറഞ്ഞാൽ സംവാദം നടത്താനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. ഞങ്ങൾ സംവാദം നടത്തും, എല്ലാവരുമായിട്ട് സംവാദം നടത്തും, ആരുമായിട്ട് സംവാദം നടത്തും. ഞങ്ങളുടെ ആശയം, ഞങ്ങളുടെ ദേശീയത, ഞങ്ങളുടെ കാഴ്ചപ്പാട്, ഞങ്ങളുടെ രാജ്യസ്നേഹം, ഞങ്ങളുടെ ഭാരതത്തോടുള്ള കാഴ്ചപ്പാട് ഇത് ലോകം മുഴുവനും പറയും, അത് എല്ലാ സംഘടനകളും പറയും. അത് പറയലാണ് ജനാധിപത്യം. എന്നാൽ അതേ സമയത്തോ ഒരു ഇസ്ലാമിക് കാഴ്ചപ്പാടിൽ, ഒരു മതത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ഒരു സാമൂഹ്യ നിർമ്മിതി, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു രാജ്യമുണ്ടാക്കുക, മനുഷ്യനിർമ്മിതമായ വ്യവസ്ഥകളെ എല്ലാം നിരാകരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഭരണഘടന മനുഷ്യനിർമ്മിത, അതിനെ നിരാകരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം ഭരണഘടനയെ നിരാകരിക്കുന്ന ഒരു ഇസ്ലാമിക് രാജ്യത്തിന് വേണ്ടി പടപൊരുതുന്ന ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനം നേരിട്ട് ഇതൊന്നും ചെയ്തു എന്ന് വരില്ല. ആ പ്രസ്ഥാനത്തിന് ആവേശം കൊടുത്ത, മദനിക്ക് ആവേശം കൊടുത്തത് ആരാ? മദനിക്ക് ആവേശം കൊടുത്തത് ജമാഅത്തെ ഇസ്ലാമിയ. തടിയൻ്റെ ഇവിടെ നസീറിന് ആവേശം കൊടുത്തത് ആരാ? ജമാഅത്തെ ഇസ്ലാമിയ. അപ്പം ജമാഅത്തെ ഇസ്ലാമിയാണ് എന്നത്തെയും തീവ്രവാദി പ്രസ്ഥാനങ്ങളുടെ ഇന്റലിജൻസി ആണെങ്കിൽ ആ സംഘടനയുമായിട്ട് തന്നെ എൻഗേജ് ചെയ്യണം. എന്താണ് ഇപ്പൊ നിർബന്ധം? ഇവിടുത്തെ സുന്നി സംഘടനകളുണ്ടല്ലോ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയെയോ പോട്ടെ മുസ്ലിം ലീഗിനെയോ അസസുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിയോ ഒക്കെ വിളിച്ചിട്ട് അങ്ങ് എൻഗേജ് ചെയ്താൽ പോരെ? RSS-ന് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയായിട്ടാണല്ലോ സ്ഥിരമായിട്ട് സംസാരിക്കാറുള്ളത്. അപ്പൊ അവരവരുടെ കാര്യം പറയും, നിങ്ങൾ നിങ്ങളുടെ കാര്യം പറയും. അപ്പൊ നിങ്ങൾ ഡയലോഗ് നടത്തുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ഇത്രയും വലിയ പ്രശ്നക്കാരാണെങ്കിൽ അതിന് പോണോ? ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഒറ്റക്കാരും കൂടി ഉണ്ട്.
75-77 കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥയുടെ കാലത്ത് നിങ്ങളെയും ജമാഅത്തെ ഇസ്ലാമിയെയും കമ്മ്യൂണിസ്റ്റുകാരെയും സോഷ്യലിസ്റ്റുകളെയും എല്ലാം ഒരുമിച്ചാണല്ലോ ഇന്ദിരാഗാന്ധി ജയിലിൽ അടച്ചത്. നരേന്ദ്രമോദി അക്കാലത്തെ ജയിൽവാസത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ ജയിൽവാസത്തെക്കുറിച്ച് രസകരമായി കുറിപ്പെഴുതിയിട്ടൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം ഓർക്കുന്ന ഏക മുസ്ലിം സംഘടന ജമാഅത്തെ ഇസ്ലാമിയാണ്. അദ്ദേഹം പറയുന്നത് റംസാൻ മാസത്തിൽ തടവിൽ കഴിയുന്ന കാലത്ത് അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് നോമ്പെടുക്കണമല്ലോ, അല്ലെങ്കിൽ ഇസ്ലാമിക മതവിശ്വാസികൾക്ക് എല്ലാവർക്കും നോമ്പെടുക്കണമല്ലോ. അപ്പോൾ ആ നോമ്പെടുക്കാൻ പുലർച്ചെ അവരെ എണീക്കും രാവിലെ അത്താഴം കഴിക്കാൻ. അതിനു മുമ്പേ എഴുന്നേറ്റ് അത്താഴം പാകം ചെയ്യുന്നതിനെ കുറിച്ച് നരേന്ദ്രമോദി പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സൗഹൃദം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ശ്രീ ഗോപാലകൃഷ്ണൻ മാനുഷികമാണ്, ഞാൻ അതിൽ തെറ്റൊന്നും പറയല്ല കേട്ടോ. അപ്പൊ ഇപ്പൊ വന്നിരുന്നിട്ട് ഇവര് ആഗോള ഭീകരവാദമാണ്, ഇവരെ ഒരു തരത്തിലും 100 മീറ്റർ അടുത്ത് പോലും നിർത്തരുതെന്ന് പറയുമ്പോഴാണ് ചോദ്യം. എൻ്റെ അഭിലാഷേ, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കാരെ മുഴുവനും റോട്ടിൽ വെടിവെച്ച് കൊല്ലണമെന്ന് RSS പറഞ്ഞിട്ടില്ലല്ലോ, BJP പറഞ്ഞിട്ടില്ലല്ലോ, ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. സംവാദം നടത്താനും ജനാധിപത്യ പ്രക്രിയയിൽ സംവാദം നടത്താനുള്ള അവകാശമുണ്ട്. അത് സുന്നിയായിട്ടുണ്ട്, ഷിയായിട്ടുണ്ട്, ജമാഅത്തെ ഇസ്ലാമി ആയിട്ടുണ്ട്, ആരുമായിട്ടും സംവാദം നടത്താം. കണ്ട മിണ്ടരുത്, സംസാരിക്കരുത്. ഇങ്ങനത്തെ അതൊക്കെ അതൊക്കെ ഫാസിസ്റ്റ് സ്വഭാവമാണ്. ഞങ്ങൾക്കതില്ല. അപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ഫാസിസ്റ്റ് സ്വഭാവത്തോടെ അല്ല ഞങ്ങളാരും ജീവിക്കുന്നതും സമീപനം എടുക്കുന്നതും. ആ സമീപനം ആർക്കാ? ആ സമീപനമുള്ളത് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസ്സുകാരനുമാണ്. അതുകൊണ്ടാണ് ഗവർണർ ഒരു കാവ്യ പതാക വെച്ച RSSൻ്റെ ഒരാൾ വന്നിരിക്കുന്നു, ഗവർണർ, അയാളെ നോക്കണം. RSSൻ്റെ ഒരാളെ അവിടെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു ഗവർണറുടെ PA ആയിട്ട്, അയാളെ ശ്രദ്ധിക്കണം. RSSൻ്റെ ഒരാളെ ഇവിടെ ഡയലോഗ് സംസാരിക്കാൻ വിളിച്ചിരിക്കുന്നു, അവിടെ പോകാൻ പാടില്ല. RSS പറയുന്ന ഡയലോഗ്, RSSുമായിട്ട് ഒരു സംവദിക്കാൻ വേണ്ടി തയ്യാറാണോ CPM എന്ന് വെച്ചാൽ RSS ഞങ്ങളില്ല, കോൺഗ്രസ് ഞങ്ങളില്ല, യഥാർത്ഥ ഫാസിസ്റ്റുകൾ അവരാ. ഞങ്ങളെല്ലാവരുമായി സംവദിക്കുന്ന, രാവിലെ എഴുന്നേറ്റിട്ട് അവർ നിസ്കരിക്കുന്നതിന് ഞങ്ങൾ അംഗീകരിക്കും. അത് വേറെ, ഇത് വേറെ. ഇവിടെ രാഷ്ട്രീയ സഖ്യമാണ്, അസോസിയേറ്റഡ് മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. ഇത് രാഷ്ട്രീയ സഖ്യമാണ്. ഈ രാഷ്ട്രീയ സഖ്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു ബോധവുമില്ലാതെയാണ് കോൺഗ്രസിൻ്റെ നൗഷദ് അലി പറയുന്നത് ഇത് പ്രിയങ്ക ഗാന്ധിയുടെ എന്താ പറയുക ലോക്സഭാ മണ്ഡലമാണ്. പ്രിയങ്ക ഗാന്ധിയുടെ ലോക്സഭാ മണ്ഡലത്തിലുള്ള ഒരു അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു ബാന്ധവം ഉണ്ടാവാൻ പോകുന്ന, അഖിലേന്ത്യാ തലത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ചാണ്, കോൺഗ്രസ് CPM ഒരുമിച്ചാണ്. നിങ്ങൾ ഏത് ലോകത്താണ് നിങ്ങൾ? സോണിയാഗാന്ധിയുടെ കൈ പിടിച്ചിട്ടാണ് പ്രകാശ് കാരാട്ട് നടക്കുന്നത് ഡൽഹിയിൽ. നിങ്ങൾ ആദ്യം പോയിട്ട് ആ ബന്ധം ഉപേക്ഷിക്കാൻ പറ. എൻ്റെ പോയിന്റ് അതൊന്നുമല്ല. എൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ വളരെ കൃത്യമായി പറഞ്ഞല്ലോ, ഈ ഭരണഘടനയെ എതിർക്കുന്ന, രാജ്യവിരുദ്ധത കൊണ്ടുവരുന്ന, രാജ്യദ്രോഹം പ്രചരിപ്പിക്കുന്ന, ഒരു മതപരമായ രാജ്യമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടരാണ് ജമാഅത്തെ ഇസ്ലാമി. അവരുമായിട്ടാണ് കോൺഗ്രസിന്റെ ബന്ധം. ഞാൻ തീർക്കട്ടെ. ഒരു സിനിമയിൽ കലാഭവമണി ജയറാമിനോട് പറയുന്നുണ്ട്, എന്നെ തല്ലാൻ വേണ്ടിയിട്ടാണെങ്കിലും കൈകൊണ്ടെടുത്തിട്ടുണ്ടല്ലോ, സന്തോഷം പറയുന്ന പോലെയാണ്. അതെ, അല്ല ഞാൻ അതൊക്കെ ഇവരിപ്പം നിഴലിലാണല്ലോ. ഇവരിവിടെ നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നത് കൊണ്ട്, ഇപ്പൊ വേറെ വല്ല കോൺഗ്രസ്സുകാരനായിരുന്നു ഇന്ത്യ ഭരിക്കുന്നെങ്കിൽ ഇതൊക്കെ എന്നേ താലിബാനെ പോലെ ആയാനെ. നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നതുകൊണ്ടാണ് ഇവരൊക്കെ നിഴലിൽ നിൽക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ എത്ര BJP നേതാക്കൾ ഈ ഭരണഘടന മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കണക്കെടുത്താൽ മതി. അതിലെന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. ഞാൻ ആ ഒരു ചർച്ചയിലേക്ക് പോയത് വിഷയം മാറിപ്പോ, അതുകൊണ്ടാണ് ഞാൻ ഒരു മിനിറ്റ് എന്നെ ഒന്ന് പറയാൻ അനുവദിക്കുക, ഒരു സെക്കൻഡ്. അതുകൊണ്ട് ഞാൻ ഒരൊറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഗാസയുടെ വേഷം കെട്ടിയ, ഗാസയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഗാസയുടെ പാലിസ്ഥാൻ വേഷം കെട്ടിയ ഇടതുപക്ഷക്കാരൻ പഹൽഗാമിൽ നീതിക്ക് വേണ്ടി ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ടുവന്നപ്പോൾ അവിടെ സമാധാനം പ്രഖ്യാപിച്ച് പാകിസ്ഥാൻ അനുകൂലമായി നിന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരെ ഞങ്ങൾക്ക് വരാമായിരുന്നു. ഞങ്ങളത് പറഞ്ഞിട്ടില്ല. നിലമ്പൂരിൽ